പാകിസ്ഥാനിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത വരികയാണ്. ഇന്ന് രാത്രി 8 മണി മുതൽ പാകിസ്ഥാനിൽ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം നടക്കുകയാണ്. പാകിസ്ഥാൻ സ്മാർട്ട് ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഷഹബാസ് സർക്കാരിൻ്റെ പുതിയ നീക്കമാണിത് എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷവും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾ ഉപരോധിച്ചതിനെ തുടർന്നുണ്ടായ ആഗോള ഇന്ധന പ്രതിസന്ധിയും പാകിസ്ഥാനിലെ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ക്ഷാമം കണക്കിലെടുത്ത് ഊർജ്ജ സംരക്ഷണത്തിനായി കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തുടനീളം സ്മാർട്ട് ലോക്ക്ഡൗൺ പോലുള്ള നടപടികൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സിന്ധ് പ്രവിശ്യ ഒഴികെയുള്ള രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവ രാത്രി 8 മണിയോടെ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്താണ് ഈ തീരുമാനം എന്നും നമുക്കറിയാൻ സാധിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവും ഹോർമുസിലെ ഗതാഗത തടസ്സം മൂലമുണ്ടാകുന്ന ഇന്ധന പ്രതിസന്ധിയും കണക്കിലെടുത്ത് ഊർജ്ജം ലാഭിക്കുന്നതിനാണ് ഈ തീരുമാനമെടുത്തതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഖൈബർ പഖ്തൂൺഖ്വ, പഞ്ചാബ്, ബലൂചിസ്ഥാൻ, ഇസ്ലാമാബാദ്, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലെ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും രാത്രി 8 മണി വരെ അടച്ചിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഖൈബർ പഖ്തൂൺഖ്വയിലെ ഡിവിഷൻ ആസ്ഥാനത്തിലെ മാർക്കറ്റുകൾ 9 മണി വരെ തുറന്നിരിക്കും. ബേക്കറികൾ, റെസ്റ്റോറൻറ്റുകൾ, തന്തൂരി കടകൾ, ഭക്ഷണം വിൽക്കുന്ന കടകൾ എന്നിവ രാത്രി 10 മണി വരെ തുറന്നിരിക്കാം. വിവാഹ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ഹാളുകൾ, ടെന്റുകൾ, മറ്റു വേദികൾ എന്നിവയും രാത്രി 10 മണിക്ക് അടയ്ക്കണം എന്നുള്ള റിപ്പോർട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം സ്വകാര്യ വീടുകളോ സ്വത്തുക്കളിലോ വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിന് നിരോധനമുണ്ടായിരിക്കുമെന്നും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഇളവുകളുള്ളത് മരുന്നുകൾക്കും ഫാർമസികൾക്കും ആശുപത്രികൾക്കുമാണ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.